നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഹിസ്ബുള്ള കേന്ദ്രത്തിലേക്കുള്ള ശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇസ്രായേൽ സേന കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് റിപ്പോർട്ട്. ഇസ്രായേലിൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലൈവിയാണ് സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ കരയുദ്ധം തുടങ്ങുകയാണ് എന്ന സൂചന നൽകിയിരിക്കുന്നത്. അതായത് ഈ ഹിസ്ബുള്ള ഭീകരരിൽ നടത്തിയ പേജർ സ്ഫോടനങ്ങൾ, ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ, ഏതാണ്ട് 3000-ഓളം വരുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. 40-ലധികം വരുന്ന ഹിസ്ബുള്ള ഭീകരർ മരിക്കുകയും ഏതാണ്ട് 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്ഫോടനങ്ങളുടെ അനന്തരഫലം എന്നത്. എത്ര ഹിസ്ബുള്ള ഭീകരർ മരിച്ചു എന്നതല്ല, ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചതോടുകൂടി അവരുടെ ആശയവിനിമയം താറുമാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇസ്രായേലിനെ ഭയന്ന് ഹിസ്ബുള്ള ഭീകരർ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ സംവിധാനങ്ങളോ ഉപയോഗിച്ചിരുന്നില്ല. അവർ ഉപയോഗിച്ചിരുന്നത് പേജറാണ്. ആ പേജറാണ് ഇത്തരത്തിൽ സ്ഫോടനത്തിലൂടെ തകർത്തത്. പേജറുകൾ തകർത്തത് തങ്ങളാണ് എന്ന് ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ഓപ്പറേഷനാണ് ഈ പേജർ സ്ഫോടനങ്ങൾ എന്ന് വ്യാപകമായി വിലയിരുത്തലുകളുണ്ട്. ആശയവിനിമയ സംവിധാനം പാടെ താറുമാറായതോടുകൂടി ഇസ്രായേലിന് വ്യോമാക്രമണം എളുപ്പമാവുകയായിരുന്നു. വലിയ തോതിൽ ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ, ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തി. ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശനഷ്ടം വരുത്തിവെക്കാൻ ഈ വ്യോമാക്രമണങ്ങൾക്ക് സാധിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം ടെൽ അവീവിന് നേരെ നടത്തിയത്. ഇസ്രായേലിന് നേരെ ഇന്നലെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹിസ്ബുള്ള തൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകളെ ആകാശത്ത് വച്ച് തന്നെ ഇസ്രായേൽ തകർത്തു. പക്ഷേ ഈ തിരിച്ചടി വളരെ ഗൗരവമായി തന്നെ കാണുകയാണ്. ഹിസ്ബുള്ളയെ നിലംപരിശാക്കാൻ വ്യോമാക്രമണങ്ങൾ കൊണ്ട് സാധിച്ചു. ഹിസ്ബുള്ളയ്ക്ക് ഇനി തിരിച്ചടിക്കാൻ ഒട്ടേറെ പരിമിതികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ അതിനിടയിലും ഇവർ നടത്തിയ ഈ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ ഗൗരവമായി കാണുകയാണ്. അതുകൊണ്ടാണ് ഈ സൈനിക തലവൻ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വ്യോമാക്രമണങ്ങൾ അവിടെ നടത്താൻ പോകുന്ന ഗ്രൗണ്ട് ഓപ്പറേഷൻ്റെ ഒരു പ്രിപ്പറേഷനാണ് എന്നാണ് ഈ സേനാ മേധാവി സൈനികരോട് പറഞ്ഞത്. അതനുസരിച്ച് ഒരു യുദ്ധത്തിന്, അന്തിമ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊള്ളാനാണ് അദ്ദേഹം ഇസ്രായേൽ സേനയ്ക്ക്, കരസേനയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു ആഹ്വാനം എന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ ലെബനനിൽ ഇസ്രായേൽ സേന പ്രവേശിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഹിസ്ബുള്ള ഹമാസിനെ പോലെയല്ല. ഹമാസിനെ ഇത്രയധികം നീണ്ട ഒരു തിരിച്ചടിക്ക് ശേഷവും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഹമാസ് നേതൃത്വത്തെ അടക്കം വകവരുത്താൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ 1-2 ദിവസത്തെ വ്യോമാക്രമണങ്ങൾ കൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ഒതുക്കാൻ ഇസ്രായേലിന് സാധിച്ചിരിക്കുന്നു. പക്ഷേ അവശേഷിക്കുന്ന ഹിസ്ബുള്ള ഭീകരന്മാരെയും ആയുധ സംഭരണശാലകളെയും കണ്ടെത്തി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ലെബനനിൽ ഇസ്രായേൽ സേന ഇറങ്ങുന്നത്. പലസ്തീൻ പോലെയല്ല, ലെബനനിൽ ഒരു മിക്സഡ് പോപ്പുലേഷനാണുള്ളത്. അതായത് ഹിസ്ബുള്ള അവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിൽ കൂടി അവിടെ മറ്റ് ജനവിഭാഗങ്ങളുമുണ്ട്. മാത്രമല്ല പൊതുവെ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ പ്രസക്തി അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണ അവിടെ കുറഞ്ഞു വരികയുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം 35-36% ക്രിസ്ത്യൻ പോപ്പുലേഷൻ ലെബനനിലുണ്ട്. അതുകൊണ്ട് ഒരു വലിയ മിസൈൽ മഴ പെയ്യിക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് ഗ്രൗണ്ട് ഓപ്പറേഷനിലൂടെ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന കാണുന്നത്. കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും മറ്റു രാജ്യങ്ങളുടെ പൗരന്മാർ അവിടെയുണ്ട്. ഇതിനോടകം തന്നെ ഓസ്ട്രേലിയ തങ്ങളുടെ പൗരന്മാരോട് ലെബനനിൽ നിന്ന് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയ്ക്ക് ധാരാളം ഓസ്ട്രേലിയൻ പൗരന്മാർ ലെബനനിലുണ്ട്. ഇന്ത്യയും അത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം തന്നെ നിരീക്ഷിച്ചു വരികയാണ്. കാരണം 4000-ഓളം ഇന്ത്യക്കാരാണ്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് 4000-ഓളം ഇന്ത്യക്കാരാണ് ലെബനനിലുള്ളത്. സംഘർഷം കനക്കുകയാണ് എങ്കിൽ ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലസ്തീനിലും മറ്റും നടത്തിയ വ്യാപകമായ ഒരു ആക്രമണം അതിവിടെ ഉണ്ടാവില്ല. ഒരു സർജിക്കൽ സ്ട്രൈക്ക് മോഡലിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കാനായിരിക്കും ഇസ്രായേൽ ശ്രമിക്കുക എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ ഹിസ്ബുള്ളയെ രക്ഷിക്കാനായി റഷ്യയും അതുപോലെ തന്നെ ഇറാനുമെല്ലാം
ഹിസ്ബുള്ളയ്ക്ക് മിസൈലുകൾ കൈമാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. മാത്രമല്ല, ഹിസ്ബുള്ളയെ രക്ഷിക്കാനായി ഇറാൻ പോലുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയാൽ സംഘർഷം വഷളാകും. അതുകൊണ്ട് തന്നെ പൗരന്മാരെ അവിടെ നിന്നും ഒഴിപ്പിക്കാൻ, അടിയന്തര സാഹചര്യം വന്നാൽ ഒഴിപ്പിക്കേണ്ട എല്ലാ ഒരുക്കങ്ങളും തുടങ്ങാനും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തയ്യാറെടുക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.